കർത്താവിൽ സന്തോഷം, അവനൻ ബലം എന്ന് പറയുന്ന പോലെ കർത്താവിലാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പോകുന്ന സാഹചര്യങ്ങളല്ല, പകരം കർത്താവാണ്. കർത്താവിലാണ് എൻ്റെ സന്തോഷം. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്. ചില സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത് നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ വായ കൊണ്ട് അതൊന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കുമ്പോൾ അതുപോലെ നടക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി ഇതുപോലെ ചെയ്യും എന്ന് രാവിലെ വിശ്വസിക്കുന്നു. ഉച്ചയ്ക്കുള്ളിൽ, ചിലപ്പോൾ വൈകിട്ടേക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ചിന്തിക്കുക ഒരു സ്വിച്ച് ഇടുന്ന പോലെ ചില സമയത്ത് കാര്യങ്ങൾ നടക്കാറുണ്ട്. ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആഴമേറിയ വിശ്വാസത്തിൻ്റെ തോതും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് കർത്താവിൽ നിന്ന് ബലാത്കാരികൾ പിടിച്ചെടുക്കുന്ന പോലെ പലതും പിടിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ സാധിച്ചവരുണ്ട്, സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം അതിനു വേണ്ടി നിങ്ങൾക്കും അത് അനുഭവിച്ചറിയാനുള്ള ഒരവസരം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു കീ സ്പോൺസറാണുള്ളത്, ഒരു വെൽവിഷറാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, സാമ്പത്തിക വർഷം അനുഗ്രഹിക്കപ്പെടുവാൻ, മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കുവാൻ, ലഭിക്കുവാനുള്ള പണം തിരികെ ലഭിക്കുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിച്ച് മാനിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അതിശക്തമായിട്ടുള്ള മീറ്റിംഗ് ആണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന, അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്ന മീറ്റിംഗ് ആണ്. 15, 16, 2 തീയതികളിൽ നടക്കുന്ന ടീൻസ് ക്യാമ്പ് അടുത്ത ട്യൂസ്ഡേ, വെനസ്ഡേ ആയിട്ട് നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ദയവായിട്ട് അയക്കുക. പാരൻസ് അത് രജിസ്റ്റർ ചെയ്യുക. അതൊരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കാനായിട്ട് പോകുകയാണ്. അതോടൊപ്പം ദ ഗ്യാതറിംഗ് തിരുവനന്തപുരത്തും നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 18-ാം തീയതി നമുക്ക് സ്പെഷ്യൽ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാമല്ലോ. മെയ് 1-ാം തീയതി നമ്മുടെ ഹാപ്പി ഹോംസ് നടക്കുകയാണ്. ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. ദയവായി രജിസ്റ്റർ ചെയ്യുക. ഒരു വലിയ അനുഗ്രഹം കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് ചെയ്യാൻ പോകുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറുകിയിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും പോകില്ല. എന്താഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്ന് അതൊരു നാളും വറ്റിപ്പോകില്ല. ബലത്താൽ
വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 9 വ്യാഴാഴ്ച ഡിവോഷണൽ ഡയറിയിലെ ആ പേജ് എടുക്കുക, എന്നിട്ട് തന്നെ 4 പാർട്ടാക്കുക. ലൈൻ എണ്ണി 4 ആക്കണം, അല്ലെങ്കിൽ എല്ലാം എഴുതാൻ സ്ഥലമുണ്ടായിരിക്കില്ല. ഫോക്കസ് വേർഡ് ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, സന്തോഷവും നന്ദിയും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് എല്ലാ വ്യക്തികളിലും, എല്ലാ ഭവനങ്ങളിലും, എല്ലാ സഭകളിലും ദൈവികമായ സന്തോഷവും ദൈവത്തോടുള്ള നന്ദിയും വന്നു നിറയട്ടെ. ജനമെല്ലാം ചേർന്ന് ആമേൻ പറയാം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർ ടൈപ്പ് ചെയ്യുക മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടൈപ്പ് ചെയ്തിടുക. ഫിലിപ്പ് ലേഖനം 4:4 റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് ഐ വിൽ സേ ഇറ്റ് അഗൈൻ റിജോയ്സ്. കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയും. ഒത്തിരി പ്രാവശ്യം നമ്മൾ പറയാറുള്ള വചനം തന്നെയാണ്. ഡെക്ലറേഷൻ നോക്കുക, റിജോയ്സ് ഇൻ എവ്രി ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിലും ഞാൻ സന്തോഷിക്കുന്നു. താങ്ക്സ് ഗിവിങ് കീപ്സ് മൈ ഹാർട്ട് ഓപ്പൺ ടു മോർ ഓഫ് ഗാഡ്. കൂടുതൽ ദൈവത്തിനായി എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ നന്ദി, എൻ്റെ അകത്ത് നന്ദി ഉള്ളതുകൊണ്ട് എൻ്റെ ഹൃദയം കൂടുതൽ ദൈവത്തെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ദയവായി വായിക്കുക. ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എഴുതുക, എല്ലാവരും എഴുതുക, പറഞ്ഞെഴുതുക, പല പ്രാവശ്യം പറയുക. ജോയ് ഈസ് റൂട്ടഡ് ഇൻ ദ ലോർഡ് നോട്ട് ഇൻ സർക്കംസ്റ്റൻസസ്. സന്തോഷം, എൻ്റെ സന്തോഷം സാഹചര്യങ്ങളിലല്ല, കർത്താവിലാണ് വേരൂന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പോകുന്ന സാഹചര്യങ്ങളല്ല, പകരം കർത്താവാണ്. കർത്താവിലാണ് എൻ്റെ സന്തോഷം. കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്ന് പറയുന്ന പോലെ കർത്താവിലാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത് റിജോയ്സ് ഇൻ ദ ലോർഡ്. ഫിലിപ്പ് ലേഖനം ഇവിടെ എനിക്കൊന്ന് ബ്ലെസ്സിങ് ടുഡേയിൽ എല്ലാ അധ്യായങ്ങളും എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഫിലിപ്പ് ലേഖനത്തിൽ അദ്ദേഹം വളരെ പ്രസിദ്ധമായിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. 1:6 വളരെ പ്രസിദ്ധമാണ്, 4:13 പ്രസിദ്ധമാണ്, 4:19 വളരെ പ്രസിദ്ധമാണ്, 2-ാം അധ്യായത്തിൻ്റെ 12-13 വളരെ പ്രസിദ്ധമാണ്. ഇങ്ങനെ ഓരോ അതിൽ പെട്ട ഒന്നാണ് ഫിലിപ്പ് ലേഖനം 4:4. എന്താണത്? റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിപ്പിൻ. അതിൻ്റെ അർത്ഥം സാഹചര്യങ്ങളിൽ സന്തോഷിക്കരുത്. കാരണം സാഹചര്യം മാറിപ്പോവും, അപ്പോൾ സന്തോഷവും മാറിപ്പോവും. സോ ബിബ്ലിക്കലി ജോയ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ചേഞ്ചിങ് സിറ്റുവേഷൻസ് ബട്ട് ഓൺ ആൻ അൺചേഞ്ചിങ് ഗോഡ്. വേദപുസ്തകം പറയുന്ന സന്തോഷം, ആനന്ദം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അധിഷ്ഠിതമല്ല, മാറാത്ത ദൈവത്തിൽ അധിഷ്ഠിതമാണ്. കർത്താവിൽ സന്തോഷിക്കാൻ എപ്പോഴും പറ്റും. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പരീക്ഷയിൽ തോറ്റുപോയി, സാധാരണ രീതിയിൽ പെട്ടെന്നൊരു നിരാശയും ഒരു പരാജയ ബോധവും ഒരു പരാജയ ഭീതിയും ഇനി മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കരമായി ഒരു 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 വേദനയിലൂടെ പോകുന്നൊരു സമയമാണ്. സന്തോഷിക്കാനൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ പാസ്സായപ്പോൾ ഞാൻ പാസ്സായില്ല. എന്നാൽ കർത്താവിൽ അപ്പോഴും സന്തോഷിക്കാൻ കഴിയും. ഞാൻ പരീക്ഷയിൽ പൊട്ടിയായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊട്ടിയിട്ടില്ല. എൻ്റെ കർത്താവ് ഇന്നും എന്നെ കാത്ത് പരിപാലിക്കുന്നു, അവൻ നല്ലവൻ എന്ന് പറഞ്ഞ് പാട്ടുപാടി സ്തുതിച്ച് കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും. ഹബക്കക്ക് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 17 and 18 ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിത് പറഞ്ഞൊരു ഭാഗമാണ്. ഈവൻ വെൻ എവറിത്തിങ് ഫെയിൽസ് യെറ്റ് ഐ വിൽ റിജോയ്സ്. അദ്ദേഹം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എല്ലാം തകർന്നാലും എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എൻ്റെ കർത്താവായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. അവിടെ ഒരു ലിസ്റ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഇത്രയേ ഉള്ളൂ. മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കില്ല എന്ന് വെച്ചാൽ വൈൻ ഗ്രേപ്പ്, ഒത്തിരി മുന്തിരിച്ചെടികൾ, മുന്തിരിത്തോട്ടമുണ്ടാക്കി, പക്ഷേ മുന്തിരിങ്ങയില്ല. എൻ്റെ അർത്ഥം അധ്വാനം പോയി, കാത്തിരിപ്പ് പോയി, സീസൺ കഴിയുന്നു, കാശൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. ഗോശാലയിൽ പശുക്കളില്ല. അതിൻ്റെ അർത്ഥം ഒത്തിരി പശുക്കളെ വളർത്തി
അതിൻ്റെ ആദായം കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിച്ചു. ഒരു പശുവിനെ വളർത്താനുള്ള പാട് ചെറുതൊന്നുമല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പശു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പശുവിനെ കുളിപ്പിക്കുക, പശുവിനെ അത് ചെയ്യുക, പശുവിനെ തീറ്റ കൊടുക്കുക, പശുവിനെ അഴിച്ച് കെട്ടുക, പശുവിനെ പുറത്ത് കൊണ്ടുപോകാത്ത പിന്നെ അകത്ത് കൊണ്ടുവരിക, അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയുക, പുല്ല് പറിക്കാൻ പോകും. ഓ മൈ ഗോഡ്, ഭയങ്കര ജോലിയാണ് പശുവിനെ വളർത്തുക. ഇന്ന് ആധുനിക മെത്തേഡുകൾ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ വലിയൊരു കൂട്ടം ഒരു 100, 150, 200, 1000 പശുക്കളെ ഒരുമിച്ച് വളർത്താനുള്ള ഭയങ്കര ഇൻഡസ്ട്രിയൽ രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആ പശുക്കളെല്ലാം ചത്തുപോയാലോ? ഗോശാലയിൽ പശുക്കളില്ല. അത്തിവൃക്ഷത്തിൽ നോക്കിയപ്പോൾ അതിലുമില്ല. എല്ലാ ടൈപ്പ് കൃഷികളും വരുമാന മാർഗങ്ങളും എല്ലാം നിലച്ചു. അപ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ ചാകേണ്ടത്? ദൈവം പോയി. ഈ ബിസിനസ് എല്ലാം പൊട്ടി. ഇത്ര എൻ്റെ അധ്വാനവും എൻ്റെ ആയുസ്സും എല്ലാം വെറുതെ പോയി. ഏത് രീതിയിൽ ചാകണമെന്ന് പറഞ്ഞാൽ മതി. വിഷം കുടിക്കണോ, റെയിൽവേ ട്രാക്കിൽ വെക്കണോ, 2 വയർ കൂട്ടിപ്പിടിക്കണോ, എന്താണ് ചെയ്യേണ്ടത് എന്നല്ല അദ്ദേഹം പറയുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. വാവ്, ഒരു ഭയങ്കര സംഭവമല്ലേ? ഇങ്ങനെ അതാ പറഞ്ഞത്, നമ്മുടെ സാഹചര്യങ്ങളിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്, അത് വേരൂന്നിരിക്കുന്നത് കർത്താവിലാണ്. 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇൻ യുവർ പ്രസൻസ് ദർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. നിൻ്റെ വലത് ഭാഗത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. നെഹമ്യാവ് 8:10 ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ. എന്ത് സന്തോഷമാണ്? കർത്താവിലെ സന്തോഷം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയാമോ? നമ്മളെല്ലാം മാറി മറിയുന്ന സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഒരിക്കൽ പ്രൊമോഷൻ കിട്ടി, അതിനുശേഷം പിന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്, പുരോഗതിയില്ല. ബിസിനസ്സിൽ ഒത്തിരി ചാലഞ്ചുകൾ, കുടുംബത്തിൽ ചാലഞ്ചുകൾ, പലതിലും വലിയ വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണ്. പക്ഷേ ഉള്ളിൽ തീരുമാനിക്കണം, ഇതിലല്ല, ഞാൻ കർത്താവിൽ സന്തോഷിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിക്കും. നമ്പർ 2, ജോയ് ഇസ് എ ഡിസിഷൻ, നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്. ആനന്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. അതൊരു തോന്നലല്ല, അതൊരു വികാരമല്ല. തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ വികാരങ്ങളുണ്ട്. ചില സമയത്ത് സന്തോഷത്തിൻ്റെ വികാരങ്ങൾ കിട്ടും. പക്ഷേ സന്തോഷം വാസ്തവത്തിൽ എന്താണ്? ഒരു തീരുമാനമാണ്. റിജോയ്സ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, വീണ്ടും നിങ്ങളോട് പറയുന്നു കർത്താവിൽ സന്തോഷം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കർത്താവിൽ സന്തോഷിക്കുന്ന ഒരാൾ, വാവ്, അകത്ത് ഭയങ്കര കോൺഫിഡൻസും, കാരണം ബാക്കിയുള്ള ആ ഒരു തിരിച്ചറിവാണ്. ഇതെല്ലാം താൽക്കാലികമാണ്, അതിൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് ഇവിടെ ആവർത്തിച്ച് കർത്താവിൽ സന്തോഷിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയും എന്ന് പറയുമ്പോൾ, ജോയ് ഈസ് ഇൻറ്റൻഷണൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സന്തോഷം നമുക്കിപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന പോലെ സന്തോഷത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മനഃപൂർവ്വമായിട്ട്. 118-ാം സങ്കീർത്തനം 24-ാമത്തെ വചനത്തിൽ, ദിസ് ഇസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. ഒരു തീരുമാനമല്ലേ? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, കൊള്ളാം, ഞാൻ ഇന്നെങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാൻ പോവാം. എന്തിനാ ജീവിച്ചിട്ട്? അതല്ല അദ്ദേഹം പറയുന്നത്. This is the day that the Lord has made. This is my decision now. We will rejoice. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം. എല്ലാ ദിവസവും അത് പറയാമല്ലോ. എല്ലാ ദിവസവും ഇതുപോലെ കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. This is the day the Lord has made. We will rejoice. ഞാൻ കർത്താവിൽ സന്തോഷിക്കും. കൊലോസ്യ ലേഖനം 3:15 Let the peace of Christ rule in your hearts. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ വസിക്കട്ടെ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, റിജോയ്സ് ഓൾവേസ്. എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. എല്ലായ്പ്പോഴും സന്തോഷിക്കാനുള്ള വകയുണ്ടോ? ഇല്ല. ഭൗതികമായി നോക്കുമ്പോൾ, ആത്മീയമായി നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ ഒരിക്കലുമില്ല. നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് ദുഃഖിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ, ചെറുപ്പകാലത്ത്, ഇത്രയും വിശ്വാസത്തിലൊന്നും വളർന്നിട്ടില്ലാതിരുന്ന കാലത്ത് എൻ്റെ ഒരു മനസ്സിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് ദുഃഖിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദുഃഖിക്കാനുള്ള റീസൺസ് നോക്കിക്കൊണ്ട് നടക്കും. ഇന്ന കാരണത്താൽ,
ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഒരു രീതി. എന്നാൽ കർത്താവിൽ സന്തോഷിക്കാൻ പഠിച്ചപ്പോൾ ഞാൻ അതിനെ നോക്കുന്നില്ല, എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. 1 തെസ്സലോനിക്കർ 5:16 നമ്മൾ കാണുന്നു, റിജോയ്സ് ഓൾവേസ്, എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. ഈ ഒരു കാര്യം ട്രെയിൻഡ് ആകാമെങ്കിൽ, ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ ആയെന്നൊന്നുമല്ല പറയുന്നത്, ബട്ട് ഒത്തിരി പ്രോഗ്രസ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക, ചൂസിങ് ജോയ് ഡെയിലി, എല്ലാ ദിവസവും ദുഃഖത്തിന് പകരം സന്തോഷത്തെ ചൂസ് ചെയ്യുന്ന, തിരഞ്ഞെടുക്കുന്നൊരു സ്വഭാവം വളർത്തിയെടുത്താൽ ദാറ്റ് വിൽ കീപ് യുവർ ഇന്നർ ലൈഫ് ഇൻ ട്യൂൺ വിത്ത് ഗോഡ്. നമ്മുടെ ആന്തരിക ജീവിതം, നമ്മുടെ അകത്തുള്ള വേൾഡിൽ എപ്പോഴും ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കും. നമ്പർ 3, ഗ്രാറ്റിറ്റ്യൂഡ് അൺലോക്സ് കണ്ടിന്യൂസ് ജോയ്. നമ്മുടെ അകത്ത് നന്ദി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നിരന്തരമായ സന്തോഷത്തെ നമ്മുടെ ലൈഫിലേക്ക് തുറന്നു വിടും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജോയ് ആർ ഡീപ്ലി കണക്റ്റഡ്. നന്ദിയും അതുപോലെ സന്തോഷവും തമ്മിൽ ആഴമേറിയൊരു ബന്ധമുണ്ട്. നന്ദിയില്ലാത്തൊരു ഹൃദയം നമ്മുടെ ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ സാധ്യമല്ല. നന്ദിയുള്ള ഹൃദയമുണ്ടോ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ വാർദ്ധക്യത്തിലുള്ളവരെ, നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നതേ, വാർദ്ധക്യത്തിലുള്ളവരെ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ചില അപ്പച്ചന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യാനാ, നല്ല കാലത്തൊക്കെ നമ്മൾ മര്യാദക്കൊക്കെ ചെയ്യിപ്പോൾ ആർക്കും വേണ്ട, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിപ്പായി, ആരും വരുന്നുമില്ല, സംസാരിക്കുന്നുമില്ല, ആരും ഫോൺ ചെയ്യാറില്ല, മക്കളൊക്കെ പല പല നാടുകളിലാണ്, പല കാലത്തും വന്നാലും അവർക്ക് തിരക്കാം, ഇനി വന്നാലും നമ്മുടെ അടുത്തിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, ഇതാ ജീവിതം എന്ന് പറയുന്ന അമ്മച്ചിമാരൊക്കെ ഒന്നിലും ഒരു സന്തോഷമില്ല. ചില അമ്മച്ചിമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ, അപ്പച്ചന്മാരുടെ അടുക്കൽ, പ്രായമുള്ളവരുടെ അടുക്കൽ, എൻ്റെ മോനെ ശരീരം മുഴുവൻ ചൊറിച്ചില്ല, എൻ്റെ മോനെ കണ്ണിന് എന്തൊക്കെയോ കാഴ്ചക്കുറവുണ്ട്, എൻ്റെ മോനെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ചിലരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായി എൻകറേജ്ഡ് ആവും. അവർ പറയും, ഓ എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ്, ചെറുപ്പകാലം മുതൽ ഇതുവരെയും കർത്താവ് കാത്തുമോനെ. മാത്രമല്ല മക്കളെ തന്നു, കൊച്ചുമക്കളെ തന്നു, എല്ലാം നല്ല പിള്ളേരാണ്, എല്ലാവരും കർത്താവിനെ അറിയുന്ന പിള്ളേരാണ്. അവർ വന്നില്ലെങ്കിൽ എന്താ, അവരുടെ സ്നേഹം ഭയങ്കര, അവർക്ക് എല്ലാവർക്കും തിരക്കല്ലേ, അവർക്ക് ജീവിക്കണ്ടേ, അവർ ജീവിക്കട്ടെ, പക്ഷെ കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കുക. ഇതിനൊക്കെ ഞാൻ യോഗ്യതയുണ്ടോ, എനിക്ക് യോഗ്യതയുണ്ടോ, ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. ചില ആളുകൾ നന്ദി കൊണ്ട് നിറയുന്നു, ചില ആളുകൾ പരാതി കൊണ്ട് ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. താങ്ക്ഫുൾനെസ്സിനൊരു പ്രത്യേകതയുണ്ട്, അത് ഇത്രയേ ഉള്ളൂ. താങ്ക്ഫുൾനെസ് ഷിഫ്റ്റ്സ് ഇറ്റ്സ് ഫോക്കസ് ഫ്രം വാട്ട് ഈസ് ലാക്കിംഗ് ടു വാട്ട് ഗോഡ് ഹാസ് ഡൺ. ഇല്ലാത്തതിനെ നോക്കി പരാതിപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നതിന് പകരം നന്ദിയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം എന്ത് ഇതുവരെ ചെയ്തു എന്നതിൽ ഫോക്കസ് ചെയ്ത് ദൈവത്തിന് നന്ദി പറയും. നന്ദിയില്ലാത്തൊരു ഹൃദയമാണെങ്കിൽ അതില്ല, ഇതില്ല, മക്കൾ വരുന്നില്ല, അങ്ങനെ വരുന്നില്ല, ഇങ്ങനെ വരുന്നില്ല, എന്നും രോഗമാണ് മോനെ, മരുന്ന് താഴത്ത് വെച്ചിട്ടില്ല മോനെ, പിന്നെ എന്നും ഗുളിക, ഒരു ദിവസം 28 ഗുളിക കഴിക്കണം, ഇങ്ങനെയുള്ള നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നന്ദിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പെട്ടെന്ന് അയാളുടെ ശ്രദ്ധ ഇല്ലായ്മയിൽ നിന്നും ഇതുവരെ ദൈവം ചെയ്തതിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യും, മാറ്റും. അതോടുകൂടെ സാധാരണ ഭയങ്കര നിരാശ പറയുന്ന, എൻ്റെ എല്ലാം പോയി ബ്രദറെ, ഇനി ജീവിച്ചിട്ട് പോലും കാര്യമില്ലെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ പോയി ഒരു ഹോംവർക്ക് ചെയ്യാം, ദൈവം ഇതുവരെ ചെയ്തിട്ടുള്ള നന്മകൾ ഓരോന്നായിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ പറയും. എൻ്റെ ബ്രദറെ അത് അങ്ങനെ എഴുതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടല്ലേ, അല്ലൊന്ന് എഴുതി നോക്ക്. ഒരു 10-15 എഴുതുമ്പോൾ തന്നെ അകത്തൊരു ഭയങ്കരമായ ഡെലിവറൻസ് വരും, ആൾ ഫ്രീ ആവും. ഒരു 15 എഴുതിയാൽ മതി. ഇത്രയൊക്കെ കർത്താവിനോട് ചെയ്തു, അപ്പോൾ കർത്താവിന് എന്നോട് സ്നേഹമുണ്ടല്ലേ. 1 തെസ്സലോനിക്കർ 5:18 ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. 103-ാം സങ്കീർത്തനം 2-ാമത്തെ വചനത്തിൽ ഫൊർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ്, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കൊലോസ്യ ലേഖനം 3:17 ഗിവ് താങ്ക്സ് ഇൻ എവ്രിതിങ്, എല്ലാറ്റിലും ദൈവത്തിന് നന്ദി പറയുവേൻ, എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാൻ.
ചില ആളുകൾക്ക് ഭക്ഷണം വിളമ്പി വെച്ചാൽ അറിയാമല്ലോ, പറക്കുംതളിയുടെ ചരിത്രമൊക്കെ അറിയില്ല. ചില വീടുകളിൽ പറക്കുംതളിയ ചോറ് പാത്രം അല്ലെങ്കിൽ തിന്നുന്ന പ്ലേറ്റൊക്കെ പറക്കും. അപ്പോൾ ചില ആൾക്ക് ഭക്ഷണം കൊടുത്താൽ അവർ അതിലെ നല്ലത് കണ്ട് സ്തോത്രം ചെയ്ത് ആളുകൾക്ക് നന്ദി പറഞ്ഞു പോകും. ചില ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലില്ലാത്തത് മാത്രം കണ്ടതിന് കുറ്റം പറയും. അപ്പം ഇങ്ങനെ 2 ടൈപ്പ് ആളുകളെ നമുക്ക് കാണാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എമിയും നെയ്മയൊക്കെ കുറച്ചുകൂടി ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണം വിളമ്പി വയ്ക്കുമ്പോൾ ഓരോന്നും എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും നല്ലതാണ്, അടുത്ത് കഴിക്കുമ്പോൾ നല്ലതാണ്, അടുത്ത് കഴിക്കുമ്പോൾ നല്ലതാണ്, എല്ലാ ദിവസവും ഇത് പറയും. ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേ വന്ന സമയത്ത് ഇവരെല്ലാം കൂടെ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിലൊരു കൊടി കുത്തിയിരിക്കുന്നു, ഒരു സ്റ്റിക്കും ഒരു കൊടി പോലൊരു അതിലെഴുതിയൊക്കെ നല്ലതാണ്. ഇപ്പോഴും അതെൻ്റെ മുറിയിലിരിപ്പുണ്ട് ആ കൊടി. സോ നമ്മൾ നന്മ കാണാൻ പഠിക്കുമ്പോൾ, നല്ലത് കാണുമ്പോൾ നമുക്ക് തന്നെ നല്ലതാണ്, നമുക്ക് തന്നെ അത് നല്ലതാണ്, മറ്റുള്ളവർക്കും അത് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ട്രാൻസ്ഫോംസ് ഹൗ വി എക്സ്പീരിയൻസ് ലൈഫ്. നന്ദിയുള്ളൊരു ഹൃദയമാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ തന്നെ അനുഭവിക്കുന്നതിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ കയ്പ് നിറഞ്ഞതായിട്ട് മാറും. നന്മ കാണുന്നില്ലെങ്കിൽ ഈ അനുഭവങ്ങളിൽ വ്യത്യാസം വരാൻ കാരണം പെർസ്പെക്റ്റീവിൽ, കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. കാഴ്ചപ്പാട് മാറുന്നില്ലെങ്കിലാണ് ഇത് വരുന്നത്. നമ്പർ 4, ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് സ്ട്രെങ്തൻ ദ ഇന്നർ ലൈഫ്. ഈ സന്തോഷവും നന്ദിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ ലൈഫ് ഭയങ്കര ശക്തിയുള്ളതാകും. നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ. ഡേവിഡ്സ് ലൈഫ് മൊത്തം എടുക്കുക, യേശുവിൻ്റെ ജീവിതം എടുത്ത് നോക്കുക. അതിലെല്ലാം യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നന്ദി പറയുക പിതാവിന്. ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന സമയത്ത് സാധാരണ മനുഷ്യരെ പോലെ തന്നെ പിതാവിന് നന്ദി പറയും. 103-ാം സങ്കീർത്തനമൊക്കെ എത്ര ഭയങ്കരമാണ്. ദാവീദ് എഴുതിയിരിക്കുമ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അവൻ നിൻ്റെ സകല പാപങ്ങളും മോചിക്കുന്നു, സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. ഇങ്ങനെ താഴേക്ക് നന്ദി പറയുന്നുണ്ടോ? ആ ഒരു സ്വഭാവം ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. അങ്ങനെയുള്ള ഹൃദയം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ജോയ് ഈസ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ് ഈസ് എ സ്ട്രെങ്ത്. നന്ദി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, പിന്നെന്താണ്? ശക്തിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ബിൽഡ്സ് റെസീലിയൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ ഹാർട്ട്. അകത്ത് നന്ദി ഉണ്ടെങ്കിൽ ആ നന്ദിയുള്ള സ്വഭാവം, നന്ദിയുള്ള ഹൃദയം, അത് എന്തെങ്കിലും സംഭവിച്ചാലും തിരിച്ചു വരാനുള്ള കഴിവിനെയും ജീവിതത്തിൻ്റെ സ്ഥിരതയെയും ഹൃദയത്തിനകത്ത് ഭയങ്കരമായി സ്ഥാപിച്ചെടുക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 61:3 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഗാർമെൻറ്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പെയർ. വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലാട എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വിഷണ്ണ മനസ്സെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്കൊന്നുമില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ കാണുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എന്നെ കൊണ്ടൊരു പ്രയോജനമില്ലല്ലോ, എന്ത് ജന്മം, എന്തിനിങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്ന രീതി, അതാണ് സ്പിരിറ്റ് ഓഫ് ഡെസ്പെയർ. ചിലർ ഇട്ടിരിക്കുന്ന ഉടുപ്പെന്ന് പറയുന്നത് നിരാശയുടെ ഉടുപ്പാണ്, നിരാശയുടെ കുപ്പായമാണ്. അതങ്ങ് ഊരി മാറ്റിയിട്ട് ഗാർമെൻറ്റ് ഓഫ് പ്രൈസ്, സ്തുതിയുടെ മേലാട എന്ന് പറഞ്ഞാൽ സ്തുതി കൊണ്ട് നിറയുകയാണ്. നന്ദി ഉണ്ടെങ്കിലല്ലേ സ്തുതി പുറത്തേക്ക് വരൂ. അപ്പോൾ അകത്ത് നന്ദി ഉണ്ടെങ്കിൽ സ്തുതിക്കാൻ തുടങ്ങും. റോമലേഖനം 15:13 ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് പീസ് ആസ് യു ട്രസ്റ്റ് ഇൻ ഹിം. നിങ്ങൾ അവനിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടൊക്കെ നിറയട്ടെ. 28-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വചനത്തിൽ മൈ ഹാർട്ട് ലീപ്സ് ഫോർ ജോയ്, എൻ്റെ ഹൃദയം നിന്നിൽ തുള്ളുന്നു, ഉല്ലസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ്, സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും. ചില ഉപകരണങ്ങൾക്ക്, ചില വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഈവൻ നമ്മുടെ മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ളതിനെല്ലാം ഇൻറ്റേർണൽ ബാറ്ററി ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിത് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും.
ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ ആ ചാർജ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. അതിനെ ഇൻറ്റേർണൽ പവർ സപ്ലൈ ആണ്, ഇൻറ്റേർണൽ പവർ സപ്ലൈ. അതുകൊണ്ട് ഈ എക്സ്റ്റേണൽ പവർ സപ്ലൈയെ ഇത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഇൻറ്റേർണൽ പവർ സപ്ലൈ ആണ് ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, സന്തോഷവും അതുപോലെ ഭയങ്കര ഒരു നന്ദിയും. കാരണം ആ ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അകത്തുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷിക്കാനും നന്ദിയുള്ള ഹൃദയമൊക്കെ അകത്തുണ്ടെങ്കിൽ, എപ്പോഴും നമ്മുടെ അകത്തേക്ക് ജീവനിൽ അകത്തെ ഇന്നർ ലൈഫിലേക്ക് ഒരു സപ്ലൈ ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ഒരാൾ വന്ന് വേറൊരാൾ വന്ന് കൗൺസിലിംഗ് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എല്ലാവരും എടുക്കുക. സന്തോഷത്തിൽ നിറയാനും സന്തോഷത്തിൽ ജീവിക്കാനും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിൽ നിറയാനും ഒക്കെ എടുക്കുക. എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ദയവായി ഇടണം. ഞാനും ഒന്ന് വായിക്കട്ടെ, എല്ലാവരും ഒന്ന് വായിക്കട്ടെ. എങ്ങനെയാണ് നന്ദിയുള്ളൊരു ഹൃദയം നിങ്ങൾ വികസിപ്പിച്ചെടുത്തത്? പറയാമോ? ഞങ്ങളോട് പറയാമോ? കാരണം ഒരിക്കലും ഒരുപക്ഷെ പരാതി പറയുന്നൊരു സ്വഭാവക്കാരനായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ മാറിയെങ്കിൽ എങ്ങനെ മാറി? സാഹചര്യങ്ങൾ എന്താ? വിശദമായിട്ട് എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒത്തിരി പേർക്ക് അതൊരു ഭയങ്കരമായൊരു അതിൽ നിന്ന് തന്നെ പഠിക്കാൻ കഴിയും. കർത്താവെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെ അകത്തും സന്തോഷവും നന്ദിയൊക്കെ കൊണ്ട് നിറയാൻ ഇടയാക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഭയങ്കരമായ തലവേദനയുള്ള ആരോഗ്യ കർത്താവ് സൗഖ്യമാക്കും. തൈറോയിഡ് ഗ്രന്ഥികൾക്ക് പ്രശ്നമുള്ള, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ് ആകാം, ഹൈപ്പോ തൈറോയിഡ് ആകാമല്ലോ, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തൈറോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. ഈ പേസ് മേക്കർ വെച്ചിട്ടുള്ള ആരോ, പക്ഷേ അതിന് എന്തോ ഇപ്പോഴും ശരിയല്ല, ഹാർട്ടിന് ഇപ്പോഴും പ്രശ്നമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പല സാധനങ്ങൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ശരീരങ്ങൾ, അതിനാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണേലും ഞാൻ നിങ്ങളുമായി യോജിക്കുന്ന കൈനീട്ടി പിടിക്കാം. അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഇതിൻ്റെ വീഡിയോ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം, അവരോട് പറയണം, വാട്സപ്പ് സ്റ്റേറ്റസിലിടണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.